നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത്. ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. മിഥുനം രാശിയിൽ വരുന്നതായ തിരുവാതിര നക്ഷത്രക്കാരിലെ രാശ്യാധിപനായിരിക്കുന്നതായ ബുധൻ 4ാം ഭാവനാഥനായിക്കൊണ്ട് മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ ഭാഗ്യാധിപനായിട്ടുള്ള ശനിയോട് കൂടിയിട്ട് കുംഭം രാശിയിൽ നിൽക്കുന്നതും മാർച്ച് മാസം 16-ാം തീയതി കർമ്മസ്ഥാനമായിട്ടുള്ളതായ മീനം രാശിയിലേക്ക് വരുന്നതും ഗുണാനുഭവങ്ങളെ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. സൗഭാഗ്യപരമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത്. പ്രത്യേകിച്ച് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ ഉത്സാഹശീലവും സൗഭാഗ്യപരമായിട്ടുള്ളതായ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിശേഷിച്ച് ഈ സമയത്ത് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും തൻ്റെ മനസ്സ് ആഗ്രഹിച്ച പ്രകാരമുള്ളതായ വീട് പണിയുവാനും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാനും അനുകൂലമായിട്ടൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. വാഹന സംബന്ധമായിട്ടാണെങ്കിലും അനുകൂലമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. തൻ്റേതായ മനസ്സ് ആഗ്രഹിച്ച പ്രകാരമുള്ളതായ വാഹനം വാങ്ങിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയായിട്ട് കാണുന്നുണ്ട്. കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കൂടാതെ 5ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ ഉച്ചരാശിയായിട്ടുള്ളതായ മീനം രാശിയിൽ നിൽക്കുന്നതും ദേവഗുരുവായിട്ടുള്ളതായ വ്യാഴത്തോട് ചേർന്ന് മാളവ്യ യോഗപ്രദനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൽ ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശുക്രനും വ്യാഴവും ഒരുമിച്ച് സ്ഥിതി വരുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് സ്വന്തമായിട്ടുള്ളതായ അധ്വാനത്തിലൂടെ ഉയർച്ച ഉണ്ടാകുവാനും ധനസംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്കും അതുമൂലം ജീവിത പുരോഗതിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ സഹായ സഹകരണങ്ങളും അതുമൂലം ഔദ്യോഗിക പദവികളിൽ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിലോ ഈ മാർച്ച് മാസത്തിലെ ഗുണാനുഭവങ്ങളെ കാണുന്നുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. വിദ്യാഭ്യാസപരമായിട്ട് പുതിയ അഡ്മിഷൻ കിട്ടുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുകയും പ്രത്യേകിച്ച് കഠിനാധ്വാനത്തിന് പ്രതിഫലം ലഭിക്കുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ഭൗതിക ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. 7ാം ഭാവാധിപതിയും മൂലക്ഷേത്രനാഥനുമായിട്ടുള്ളതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 10ാം ഭാവമായിട്ടുള്ളതായ കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് ഈ മാർച്ച് മാസത്തിൽ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ധാരാളം ആയിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ളതായ പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത്. ഭാവിയിൽ ഗുണം ചെയ്യുന്നതായ പുതിയ പുതിയ നിക്ഷേപങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്.
കൂടാതെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുകയും വിദേശത്ത് ജോലി ചെയ്യുന്നവരിലാണെങ്കിലും കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടുള്ളതായ ശ്രേയസ് കിട്ടുകയും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. വിദേശത്ത് സ്ഥിരവാസമുള്ളവരിലും ധാരാളം ഗുണാനുഭവങ്ങൾക്കും ഈ മാർച്ച് മാസത്തിൽ സാധ്യത കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടാണെങ്കിൽ ആലോചനകൾ ചെയ്തു വരുന്നതായ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. 11ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവിനെ കൊണ്ടും ഭാഗ്യസ്ഥാനത്ത് മൂലക്ഷേത്രാധിപത്യമുള്ളതായ ശനീശ്വരനെ കൊണ്ടും ഭാഗ്യപരമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങളെ പറയുവാൻ കഴിയും. പ്രത്യേകിച്ച് മാർച്ച് മാസം 12ാം തീയതി ചൊവ്വ 12ാം ഭാവത്തിൽ നിന്നും ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ചിലവിനെ നല്ലവണ്ണം നിയന്ത്രിച്ചിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഇതൊക്കെയുണ്ടെങ്കിലും പൊതുവെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതീ സേവ ചെയ്യുന്നതും അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മുടെയൊക്കെ ജന്മജാതകവും നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്നും ദശാപഹാരങ്ങളെയും എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ദശാനാഥനും അപഹാരനാഥനും വേണ്ടതായിട്ടുള്ള വഴിപാടുകളും കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവക്ഷേത്രങ്ങളിലും ധർമ്മദൈവങ്ങളിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹവും ഒപ്പം ജീവിത അനുഷ്ഠാനങ്ങളും ഈശ്വര പ്രാർത്ഥനയും നമ്മളിൽ കൂടിച്ചേരുമ്പോൾ ഈ മാർച്ച് മാസത്തിൽ നമ്മൾക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ഒപ്പം ജഗദീശ്വരൻ്റേതായ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.